13 വർഷത്തെ കാത്തിരിപ്പ്, പക്ഷെ ഒരൊറ്റ ഡിസിഷൻ. ഒടുവിൽ ഹരീഷ് റാണ മരണത്തിന് കീഴടങ്ങി. 2026 മാർച്ച് 24 ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലാണ് ഹരീഷ് റാണ അവസാനമായി തൻ്റെ ശ്വാസം വലിച്ചത്. ഇത് ഹരീഷ് റാണയുടെ കഥയാണ്. 2013 വലിയ പ്രതീക്ഷകളോടെ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്ന് അശോക് റാണയുടെയും നിർമ്മല ദേവിയുടെയും മകനായ ഹരീഷ് റാണ ബിടെക്കിന് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി പഞ്ചാബിലേക്ക് തിരിക്കുകയാണ്. ആ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തുള്ള ഒരു പെയിങ് ഗസ്റ്റ് ഹോസ്റ്റലിൻ്റെ 4ാമത്തെ നിലയിൽ നിന്ന് അബദ്ധവശാൽ ഹരീഷ് റാണ താഴേക്ക് വീഴുന്നു. അവിടെ നിന്ന് തന്നെ ഒരു പ്രത്യേകമായ കോമ സ്റ്റേജിലേക്ക് ഹരീഷ് പ്രവേശിക്കുന്നുണ്ട്. ചണ്ഡീഗഡിലൊക്കെയുള്ള ഹോസ്പിറ്റലുകളിൽ നിരന്തരമായ ട്രീറ്റ്മെൻറ്റുകൾ നടക്കുമ്പോഴും വലിയ പ്രതീക്ഷയൊന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിൽ ഇല്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതാണ്. പിന്നീട് ഹരീഷ് റാണയെ ഡൽഹി എയിംസിലേക്ക് മാറ്റുന്നു. വർഷങ്ങളായിട്ടുള്ള പോരാട്ടം ഹരീഷ് റാണയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവൻ്റെ രക്ഷിതാക്കൾ നടത്തുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഹരീഷിനെ ആ പഴയ തൻ്റെ മകനായിക്കൊണ്ട് തിരിച്ചു വരാൻ ഒരിക്കലും കഴിയില്ല എന്ന് ഡോക്ടർമാർ അവർക്ക് ഒരു വലിയ സൂചന നൽകുകയാണ്. ഒരുപാട് വർഷം കാത്തിരുന്നു. 2024 ഹരീഷ് റാണയുടെ പിതാവ് അശോക് റാണ ഡൽഹി ഹൈക്കോടതിയെ തൻ്റെ മകന് ദയാവധം നൽകണം, കാരണം ഇനി അവൻ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല, അവനൊരു പെർമനൻ്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ് ഉള്ളത് എന്നത് അവിടെ സൂചിപ്പിച്ച് ഒരു ഹർജി ഫയൽ ചെയ്യാം. പക്ഷേ അത് ഡൽഹി ഹൈക്കോടതി റിജക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് തൻ്റെ മകൻ്റെ ഈ ഒരു അവസ്ഥ കണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ഇമോഷണലായിട്ടും പിന്നെ മെൻ്റൽ സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന ഈ ഒരു പിതാവ് തങ്ങളുടെയൊക്കെ ആരോഗ്യാവസ്ഥ കൂടെ നോക്കുകയാണ്. വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളുള്ള മാതാപിതാക്കളാണ് ഹരീഷിൻ്റെ. സ്വാഭാവികമായിട്ടും അവർ ഇന്ത്യയുടെ പരമോന്നതമായ സുപ്രീം കോടതിയെ ഇതേ വിഷയത്തിൽ ഒരു പാസീവ് യൂത്തനേഷ്യ എന്നുള്ള ദയാവധത്തിന് വേണ്ടിയിട്ട് ഹർജി ഫയൽ ചെയ്യുന്നുണ്ട്. അത് സുപ്രീം കോടതി 2025 ഒക്ടോബറിൽ പരിഗണിക്കുകയും പിന്നീട് നിരന്തരമായ വാദങ്ങൾക്കൊക്കെ ശേഷം 2026 മാർച്ച് 11 വിധി വരികയാണ്. ഹരീഷ് എന്ന ആ ഒരു 32കാരൻ 13 വർഷങ്ങൾക്ക് ശേഷം യൂത്തനേസിയെ നടപ്പിലാക്കുവാനുള്ള ഒരു തീരുമാനമാണ്, വിധിയാണ് ഇന്ത്യയുടെ പരമോന്നതമായ സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ഹരീഷിൻ്റെ ഈ ഒരു സംഭവം നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1973 ഉണ്ടായിരുന്ന അരുണ ഷാൻബാഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു കേസുണ്ട്. അത് അരുണ ഷാൻബാഗ് എന്നൊരു നേഴ്സ് അവരുടെ വളരെ ദാരുണമായിട്ടുള്ള ഒരു ബലാത്സംഗ കേസുമൊക്കെ തന്നെ നമ്മളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെ അരുണ ഷാൻബാഗ് 42 വർഷമാണ് കോമ സ്റ്റേജിൽ കിടക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും അരുണ ഷാൻബാഗിനെ പാസീവ് യൂത്തനേഷ്യക്ക് വിധേയമാക്കണം എന്ന് പറയുമ്പോഴും അവിടെ വലിയ നിയമ പോരാട്ടങ്ങളും ഒരു മനുഷ്യനെ ആ രൂപത്തിലൊക്കെ കാണാമോ എന്ന ചോദ്യങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ നിയമമേഖലയിൽ ഉണ്ടായിരുന്നു. നമ്മൾ എന്താണ് പാസീവ് യൂത്തനേഷ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരാളെ ഡോക്ടർമാർ പ്രത്യേകമായ ഒരു സംവിധാനം വെച്ച് കൊല്ലുക എന്നുള്ളതും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദയാവധത്തിന് വിധേയമാക്കുമ്പോൾ ആ മെഡിക്കൽ സപ്പോർട്ടുകൾ അവിടെ നിന്ന് വിഡ്രോ ചെയ്യുക എന്ന് മാത്രമാണ് ചെയ്യുന്നുള്ളൂ. ആ മെഡിക്കൽ സപ്പോർട്ടുകൾ വിഡ്രോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫീഡിങ് ട്യൂബുകളായാലും അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്യൂബുകളായാലും മാത്രമല്ല വെന്റിലേറ്ററിൻ്റെ എന്തൊക്കെ നിരക്കുള്ള ആർട്ടിഫിഷ്യൽ സപ്പോർട്ടുകളുണ്ടോ അതെല്ലാം തന്നെ പിൻവലിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യാം. പിന്നീട് ആ ഒരു അവസ്ഥയിൽ വളരെ നാച്ചുറലി അയാൾ മുന്നോട്ട് എത്ര കാലം പോകും എന്ന് മാത്രമാണ് നോക്കുന്നുണ്ടാവുക. മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അവിടെ സ്വാഭാവികമായും അയാൾക്ക് മരണം സംഭവിക്കുന്നുള്ളതാണ്. കുറച്ച് ദിവസങ്ങളായി ഹരീഷ് റാണക്ക് അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളുടെയും ഒരു വിഡ്രോവൽ ഉണ്ടായിരുന്നു. പിന്നീട് എത്ര ദിവസം ഹരീഷ് റാണ ജീവിക്കും, അല്ലെങ്കിൽ ഹരീഷ് റാണ മരണത്തിൽ നിന്ന് മിറാക്കിൾ സംഭവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ എന്ന് ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥനകളുണ്ടായിരുന്നു. ഒടുവിൽ ഹരീഷ് മരണത്തിന് കീഴടങ്ങുകയാണ് മാർച്ച് 24 ഇന്നേ ദിവസം. നമ്മൾ പലപ്പോഴും പല ആളുകളെയൊക്കെ കാണുമ്പോഴും അവരുടെയൊക്കെ ഒരു അവസ്ഥ അറിയുമ്പോഴൊക്കെ പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതാണ് ഒരു പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുന്ന ഇന്ത്യയിൽ ആദ്യമായി ലീഗലി ഇത് നടപ്പിലാക്കിയ ഒരു വിഷയം കൂടെയാണ് ഹരീഷ് റാണയുടെ കേസ് എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.